നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ മുൻപില്ലാത്ത ഒരു മാറ്റത്തിനാണ് കഴിഞ്ഞ ദിവസം PV അൻവർ MLA കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള കനത്ത വെല്ലുവിളി തന്നെയായിരുന്നു അത്. പാർട്ടിക്കകത്തും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാം എന്ന സാഹചര്യം ഇതോടുകൂടി ഉടലെടുത്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത എടുത്തു പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും നിയമിച്ച മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ CPMനകത്തുള്ള കലാപം മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. CPMനുള്ളിൽ ആഭ്യന്തര കലാപമോ? മുഖ്യമന്ത്രിയെ വിരൽ ചൂണ്ടുന്നത് ആര്? വിപ്ലവം ആരുടെ ലക്ഷ്യം? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ BJPയുടെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, LDFന്റെ പ്രതിനിധിയായി PM സുരേഷ് ബാബു, ഒപ്പം ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ പാണ്ഡ്യാല ഷാജി, ദുർബലനാകുന്ന പിണറായിയെ തന്നെയാണോ ഇവിടെ കാണാൻ കഴിയുന്നത്? അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഈ കാണുമ്പോൾ വളരെ പ്രകോപനപരമെന്നോ പക്ഷേ പൊതുജനത്തിന് TV ചാനൽ ചർച്ച ചെയ്യുന്നതിന് വളരെ ആശാസ്യമായ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായ അർത്ഥത്തിൽ പറയാമെങ്കിലും ഇത് മറ്റൊരർത്ഥത്തിൽ വികസിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തുകൊണ്ട് കുറവാണെന്നുള്ളതാണ് ചോദ്യം. ഇതിൽ പ്രധാനമായി വന്നിരിക്കുന്ന ഒരു വിഷയം ADGP അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന അൻവറിൻ്റെ ആവശ്യമാണ് ഒന്ന്. രണ്ടാമത്തത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്ന P ശശിയെ അതിനകത്ത് നിന്ന് മാറ്റണമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ രണ്ട് ആവശ്യങ്ങളുടെയും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം അതൊരിക്കലും രാഷ്ട്രീയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമേ അല്ലത്, മറിച്ച് വളരെ കൃത്യമായി വരുന്ന അധികാര തർക്കങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതൊരുപക്ഷെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള വലിയ തോതിലുണ്ടായിരിക്കുന്ന സ്വർണ്ണക്കടത്തുകൾ, മറ്റു രീതിയിലുണ്ടായിരിക്കുന്ന വ്യവഹാരങ്ങൾ, ആ വ്യവഹാരങ്ങൾക്കകത്ത് ഒരു പക്ഷത്തിനുണ്ടായിരിക്കുന്ന പ്രാമുഖ്യവും അതിനുണ്ടായിരിക്കുന്ന ആധിപത്യവും, അല്ലെങ്കിൽ അത് വളരെ അവർക്ക് അനുകൂലമായ രീതിയിൽ മാത്രമായി അത് വികസിപ്പിക്കാനുള്ള സാധ്യത ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് എവിടെയോ തടയപ്പെട്ടിട്ടുണ്ട്. ഈ തടയപ്പെട്ടതിൻ്റെ മുകളിലുണ്ടായിരിക്കുന്ന വളരെ സ്വാഭാവികമായ പ്രതിഷേധമാണ് അൻവറിലൂടെ രൂപം കൊണ്ടത് എന്ന് നിരീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. അത് എന്തുകൊണ്ടാണ് എന്ന് കൂടി ഞാൻ പറയാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അൻവർ ഉയർത്തുന്ന ഒരു വിഷയവും രാഷ്ട്രീയമേ അല്ല. ഈ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പാർട്ടിയുമായി എന്ത് വൈകാരികമായ ബന്ധമാണുള്ളത്? ഒരു വൈകാരിക ബന്ധവുമില്ല. എന്നാൽ ഇതിനകത്ത് വൈകാരിക ബന്ധം ഉണ്ട് എന്ന തോതിലുണ്ടായിരിക്കുന്ന ഒരു വിഷയം കടന്നു വിടുന്നത് എവിടെയാണ്? അത് P ജയരാജന്റെ രംഗപ്രവേശത്തോടു കൂടിയാണ്. P ജയരാജൻ അതിശക്തനായ P ശശി വിരുദ്ധ ഒരു നിലപാടിൻ്റെ ആളാണ്. കാരണം P ശശിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഏറ്റവും ഷാർപ്പായ നിലപാട് കണ്ണൂർ DC-യിൽ എടുത്തതും അത് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടതും P ജയരാജൻ ആയിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടത്. ഞാനന്നേരം പാർട്ടിയിലില്ല, പക്ഷേ പറഞ്ഞു കേട്ടിരുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് വരുന്ന അധികാര ബന്ധങ്ങളിലുള്ള മാറ്റം ഈ സമ്മേളനത്തോട് രൂപം കൊള്ളുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിനകത്തേക്ക് P ശശി അവരോധിക്കപ്പെടുമെന്നും അതുവഴി ജയരാജന് ഇനി ഒരിക്കൽ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പ്രായം കൊണ്ടുവന്ന് വരാനുള്ള സാധ്യത കുറവാണ്. അത്തരത്തിലുള്ള സാധ്യത അടയപ്പെടുമ്പോൾ ഈ അധികാര കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് പാർട്ടി സമ്പൂർണ്ണമായി എന്താ പറയുക അകപ്പെടുമെന്നുണ്ടായിരിക്കുന്ന ഒരു വിഭ്രാന്തിയുണ്ട്. ഈ വിഭ്രാന്തി പാർട്ടിക്കകത്ത് തന്നെ രൂപം കൊണ്ടിരിക്കുന്ന പലരുടെ പക്ഷത്തിൻ്റെയും പ്രതിധ്വനിയും കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ വിഷയം. രണ്ടാമതായി വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നടപടി ഒരിക്കൽ പോലും P ശശിക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല, അല്ല മാറ്റാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ADGP അജിത് കുമാറിനെ ചിലപ്പോൾ ഇയാൾ മാറ്റിയേക്കാം. ഏതുവരെ? അതും അന്വേഷണം നടക്കുന്ന ഘട്ടം വരെ, അത് പൂർത്തിയാക്കുന്ന ഘട്ടം വരെ മാറ്റി നിർത്താനുള്ള ഒരു അഭിപ്രായം ചിലപ്പോൾ രൂപം കൊണ്ടേക്കാം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, ഈ മനുഷ്യൻ ചെയ്തു വച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എന്താണെന്നറിയോ? തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ അയാൾ ആരെയും ബലി കൊടുക്കും. ഈ ബലി കൊടുത്തതിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ബലിയാടാണ് ഒന്ന് സ്വപ്ന സുരേഷ്, മറ്റൊരു ബലിയാടാണ് ആരെന്ന് പറഞ്ഞാൽ ശിവശങ്കരൻ. ഇങ്ങനെ അവരാരെയും എനിക്ക് അറിയില്ല എന്ന രീതിയിലേക്ക് ഇയാളെ മാറ്റുമ്പോൾ ഇയാൾ ഈ പാർട്ടിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ വളരെ വളരെ ഞാൻ ഇതുവരെ എവിടെയും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇന്നലെ മാത്രം ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞതുമായിരിക്കുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ നിങ്ങൾ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇയാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നതിന് മുൻപ് കേരളത്തിലെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയാണ്. വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായ ഇദ്ദേഹം ഉള്ളപ്പോൾ ഞാൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. ഈ ഘട്ടത്തിലാണ് AKG സെന്ററിനകത്ത് നിന്ന് എൻ്റെ വളരെ അടുത്തിരിക്കുന്ന ഒരു
സുഹൃത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇയാളിങ്ങനെ പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ പോവുകയാണ്, പിന്നെ മന്ത്രി പദവി അയാൾ ഒഴിയും ഇപ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അത്ഭുതം കൊണ്ട് ഞാൻ ചോദിച്ചു, അല്ല അത് സംഭവിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. അത് സംഭവിക്കാൻ പോവുകയാണ്, തീരുമാനം വന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ ക്യാബിനകത്തുള്ള ഫോൺ എടുത്തിട്ട് അച്ഛനെ ഞാൻ പാണ്ഡ്യാല ഗോപാലൻ എൻ്റെ അച്ഛനെ ഞാൻ പിണറായിലേക്ക് വിളിക്കുകയാണ്. 3826 0490 3826 ഞാൻ വിളിച്ചു പറയുകയാണ് അച്ഛനെ. അച്ഛൻ ഞെട്ടിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, ബാബു നാ എന്നെ വീട്ടിൽ വിളിക്കുന്നത്, ബാബു നീ പറഞ്ഞത് ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്നോട് ഈ പറഞ്ഞിരിക്കുന്നത് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു. നീ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അന്വേഷിക്കുകയാണ്. വീണ്ടും അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ടായി പറഞ്ഞു, അത് പിന്നെ വളരെ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി സഖാവിൻ്റെ PA ആയി ജോലി ചെയ്യുന്ന പിന്നെ അദ്ദേഹത്തെയാണ് ഞാൻ വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഷോട് വിളിച്ചിട്ട് പറയണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്, ആ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായി പിന്നെ ചുമതല ഏൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ വായിൽ നിന്നുകൊണ്ട് ആദ്യത്തെ കമൻ്റ് എന്താണെന്നറിയോ, ഇതുള്ളത് തന്നെയാണോ നീ പറയുന്നത് എന്നാണ് എന്നോട് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് പറഞ്ഞത്, ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും. ഞാൻ ആവർത്തിക്കുകയാണ്, ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും. അത് മാത്രവുമല്ല, അയാളുടെ കഥയും കഴിക്കും. അയാളെന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അപ്രതിരോധനായ പാർട്ടിക്കകത്തെ വില്ലാളി വീരനായിരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഘാടകനായിരുന്നില്ല സഖാവ് VS. അയാളുടെ കഥയും കഴിക്കും. പാണ്ഡ്യാല പറഞ്ഞ ഒരു സംഭവത്തിനകത്ത് നിന്ന് ഒരു മുടിനാരിയുടെ കരത്തിൽ ഈ സംഭവം തെറ്റിയിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ഒട്ടനവധി സഖാക്കൾ ആ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ നിർവീര്യമാക്കപ്പെടുകയും നിരാലംബരാക്കപ്പെടുകയും ചെയ്യും. ഈ നിരാലംബരാക്കപ്പെട്ടവരുടെ ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ എന്താവും, ഇയാളെ ഡീത്രോൺ ചെയ്യണമെന്നുണ്ടായിരിക്കും. പക്ഷേ അത് നടക്കാനുള്ള സാധ്യത ഇപ്പോഴും അതിനകത്ത് രൂപം കൊണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ ഒരിക്കലും തന്നെ അത് രാഷ്ട്രീയ പ്രേരിതമല്ല, പാർട്ടി നന്നാവണമെന്ന താല്പര്യത്തിന്റെ മേലിലല്ല, മറിച്ച് സ്വർണ്ണ കച്ചവടത്തിന്റെയും അധികാര ബന്ധങ്ങളുടെയും ലൈംഗികതയുടെയും ആഭാസത്തിന്റെയും മേൽ മാത്രം നടക്കുന്ന കച്ചവടമാണ്. ഒരു സംശയം, താങ്കൾ പറഞ്ഞതുപോലെ PV അൻവർ MLA ആരാണ് എന്നുള്ളത് എല്ലാവർക്കും പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഭൂമി കച്ചവടക്കാരൻ, ഒരു മുതലാളി. അത് MLA ആയി, പൊതുപ്രവർത്തകനായി ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ എത്രത്തോളം ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരുമെന്നും ജനം ഇത് എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളതും ഇനി നോക്കിക്കാണേണ്ടുന്ന കാര്യം. താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലവുമില്ല. പക്ഷേ ഈ CPM ജില്ലാ ബ്രാഞ്ച് കമ്മിറ്റികൾ യോഗം ആരംഭിച്ചപ്പോൾ ഇത് ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ നിരാലംബരായ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വർഗം ഇതൊരു സാഹചര്യമാക്കിക്കൊണ്ട്, ഇതൊരു കടന്നാക്രമണത്തിന് ഇടയാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയില്ലേ? അങ്ങനെ പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ ഒരു പരിധിവരെയെങ്കിലും തടയിടുന്നതിന്, ദുർബലനാക്കുന്നതിനും ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയില്ലേ? അതെത്താനുള്ള സാധ്യത ഇപ്പോഴും രൂപം കൊണ്ടില്ല. കാരണം ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ രാഷ്ട്രീയമില്ല. ഇത് ശരിക്കും എന്താ പറഞ്ഞാൽ അവർക്ക് അതുകൊണ്ടാണ് ഇത് അധികാര ബന്ധങ്ങളുടെ താല്പര്യം മാത്രമായി ചുരുങ്ങിയാണ്. ഇതിനകത്ത് നിസ്സഹായരാക്കപ്പെട്ടിരിക്കുന്നവർക്ക് ആർക്കും തന്നെ ഇതിന്റെ അടുത്ത സമ്മേളനത്തിൽ അത് പ്രതീതിയാവാൻ പോലുമുള്ള പ്രായമുള്ളവരല്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ സമ്മേളനം കഴിയുമ്പോഴത്തേക്കും CPIMന്റെ പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് പലരും പുറത്തു പോകും, പലരും പ്രായാധിക്യം കാരണം ഒഴിവാകും, സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പലരും ഒഴിവാകും, പോളിറ്റ് ബ്യൂറോയിലേക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാൾ മാത്രമായി ഈ പറയുന്ന മുഖ്യമന്ത്രിമാർ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാൾ മാത്രമായി മാറും. പോളിറ്റ് ബ്യൂറോയിനകത്ത് മിക്കവാറും ആളുകൾ ഒഴിവാകും. പാർട്ടിയുടെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കുന്ന പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ അതിനകത്ത് ഒഴിവാകും. പിന്നെ വരുന്നത് ആർ മാത്രം അതിനകത്ത് ബാക്കിയാവുന്ന ഒരാളാരാന്ന് പറഞ്ഞാൽ സീതാറാം യെച്ചൂരി മാത്രം അതിനകത്ത് ബാക്കിയാകും, ബാക്കി എല്ലാവരും പോകും. അപ്പൊ ഇങ്ങനെ വരാവുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നടക്കുന്ന സമരം, അത് അവിടെയാണ് PJ രാജൻ എന്ന് പറഞ്ഞ ഒരാൾ നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അവർ നടത്തുന്ന സമരം ഇതിനകത്ത് ഒരു അധികാരം പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമേ ഇല്ല. ഇനി അയാൾക്ക് പവർ കിട്ടിയാൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് പിന്നെ നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത്ര വരെ ആവുന്ന ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ കേവലമായ അധികാര തർക്കങ്ങളല്ലാതെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഈ രാഷ്ട്രീയം അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ ചർച്ച ബ്രാഞ്ചിനപ്പുറത്തേക്ക് പോവില്ല. കാരണം ബ്രാഞ്ചിനകത്തേക്ക് ഇത് മുട്ടി വീഴും. കാരണം ബാക്കിയുള്ളവർക്ക് അല്ലാതെ ഇപ്പൊ ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. കോഴിക്കോട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് അതിഗുരുതരമായിരിക്കുന്ന ആരോപണം വന്നിട്ടുണ്ട്. ഈ ആരോപണം ചർച്ച ചെയ്യോ? അതിഗുരുതരമായിരിക്കുന്ന ആരോപണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരാമർശിക്കപ്പെടുന്ന ഒരു ആരോപണത്തിന് സമാനമായിരിക്കുന്ന വലിയ ആരോപണങ്ങൾ ഇതുപോലെ പാർട്ടി സെക്രട്ടറിമാർക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ ഇതിൽ വരുന്നത്
മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണക്കടത്തും ആ കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവഹാര തർക്കങ്ങൾ മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. മറ്റല്ലാതെ മറ്റൊന്നുമല്ല ഇതിനകത്ത്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഇയാൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ ഒരു മുന്നുള്ള ഉദാഹരണമാണ്. പിണറായി ലോക്കൽ കമ്മിറ്റിക്കകത്തുള്ള ആളുകളെ, പാർട്ടീസുകാക്കളെ, അതായത് കാളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വാക്ക് മോശമാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കാളി. ഈ കാളി എന്ന് പറയുന്ന സ്ഥലത്ത് വയ്ക്കുന്ന ഒരു ചെറുമൽ കുടുംബമുണ്ട്. ആ കുടുംബത്തെ പേഴ്സണൽ വൈരാഗ്യത്തിന് മേലെ അടിച്ചു തകർക്കാൻ ഇയാൾ കൊണ്ടുവന്നത് വേങ്ങാട് എൽസിയിൽ ആളിയായി കൊണ്ടുവന്ന് ഈ പറയുന്ന മിസ്റ്റർ വിജയൻ കൊണ്ടുവന്ന് അന്ന് ചടയൻ ഗോവിന്ദേട്ടൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് അത് പിണറായി ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇയാൾ നടപടിക്ക് വിധേയനായതും. ഇങ്ങനെ ചെയ്യാവുന്ന ഒരു കമ്മിറ്റി സംവിധാനം ഇപ്പോൾ എവിടെയില്ല. ഒരു സ്ഥലത്തും ഇപ്പോൾ ഇല്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ല. അപ്പൊ അങ്ങനെ പോയിരിക്കുന്ന ദുർബലമാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതിനെ മറികടന്ന് വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നില്ല എന്നാണ്. വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെ കാണുന്നില്ല എന്നാണ് അതിന്റെ പ്രാഥമികമായ റൗണ്ടിൽ എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത്. ശരി, ശ്രീ പത്മനാഭൻ, CPM-ൽ ഒരു പുതിയ സാഹചര്യം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനെ പഴിചാരിക്കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെയും ADGP അജിത് കുമാറിനെയും പഴിചാരിക്കൊണ്ട് PV അൻവർ MLA രംഗത്ത് വരുമ്പോൾ അത് കൃത്യമായി വിരൽ ചൂണ്ടിയത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. കാരണം ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയാണ് ഇവരെ നിയമിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ. നേരത്തെ ശ്രീ പാണ്ഡ്യാല ഷാജി സൂചിപ്പിച്ചതുപോലെ ഇതിൽ രാഷ്ട്രീയ പശ്ചാത്തലമല്ല, പകരം PV അൻവർ MLAക്ക് മറ്റു പല താല്പര്യങ്ങളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ വന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അധികാര കൊതിയുള്ള ഒരു വർഗം CPM-നുള്ളിലുണ്ട്. അതുകൊണ്ട് PV അൻവർ MLAയെ ചട്ടുകമാക്കിക്കൊണ്ട് അവരുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ചുള്ള, നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ചുള്ള മറ്റ് മത താല്പര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണെങ്കിൽ പോലും ഈ CPM-നുള്ളിലെ അധികാര കൊതി ഇതൊരു സാഹചര്യമായി മുതലെടുത്തുകൊണ്ട് പിണറായിയിലേക്ക് വിരൽ ചൂണ്ടുമോ, പിണറായിയെ ദുർബലനാക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ അവർ പരമാവധി ശ്രമിക്കുമോ? ഈ വിപ്ലവം ആഗ്രഹിക്കുന്നവർ എന്ന് പറയുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ, അവർ പ്രബലരാണെങ്കിൽ. അല്ല, അത് ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയനെ ഒന്നുകിൽ നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റാൻ. എന്താണ് ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. ഈ രണ്ടിലേതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഉള്ള ഒരു പടപ്പുറപ്പാടാണ്. അതിന് പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായിയോട് വിരോധമുള്ള ആളുകളുടെ പിന്തുണയുണ്ട്. അവരുടെ സഹായമില്ലാതെ പാർട്ടിയുടെ ഒരു സ്വതന്ത്ര MLA ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാം, പണ്ട് ഇതുപോലെ ഒരു സ്വതന്ത്ര MLA ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നുണ്ടായിരുന്ന ഒരു MLA, മാക്ക് അലി എന്ന് പറയുന്ന. അദ്ദേഹം പാർട്ടിക്ക് എതിരായ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അങ്ങോട്ട് മുന്നണി വിട്ട് പോകേണ്ടി വന്നു. അങ്ങൊരു ലീഗിലേക്കൊക്കെ പോയി. പിന്നിപ്പം അങ്ങൊരു ലീഗിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഉള്ള അനുഭവം ഉണ്ടാവും. പാർട്ടിയുടെ ഉള്ളിലുള്ള ആളുകൾ സഹായം ഇല്ലാതെ, അല്ലെ അവരുടെ പിന്തുണ ഇല്ലാതെ പാർട്ടി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ നേതൃത്വത്തിന് കൊള്ളുന്ന രീതിയിലെ വിമർശനങ്ങൾ ഉന്നയിച്ചാലൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷെ ഇപ്പോൾ അൻവർ ഇത്രയും തന്റെ ഇടത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ, അൻവറിനെ സഹായിക്കാൻ, അൻവറിനെ പിന്തുണയ്ക്കാൻ KT ജലീലും അബ്ദുൽ കാരാട്ട് റസാഖും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നിൽ പാർട്ടിയുടെ തന്നെ ചില ആളുകളുണ്ട്. അതായത് പിണറായി വിജയനെ മാറ്റിയിട്ട് ആ കസാല കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പിണറായിനെ ഒരു മൂക്കേറിട്ട് നിലക്കി നിർത്താൻ ആഗ്രഹിക്കുന്നവർ. പിന്നെ വേറെയും ചില കാര്യങ്ങൾ കേൾക്കുന്നത് പിണറായി തന്റെ അനന്തരാവകാശിയെ ഏതാണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നും, ആ നിശ്ചയിച്ച വ്യക്തിയെ ഈ പാർട്ടിയിലെ മറ്റ് വലിയ നേതാക്കന്മാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ടുള്ള ഒരു ഒരു യുദ്ധമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം കേരളത്തിലെ ADGP ഈ കസാലയിൽ ഇരിക്കുന്ന ആൾക്കെതിരെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആളാണ്, അവരെ സഹായിക്കുന്ന ആളാണ്. 1. 2, കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ നടത്തുന്ന ആളാണ് ഈ ADGP എന്ന് ഒരാൾ പറഞ്ഞാൽ, ആ ആളാരാണ്? ഭരണകക്ഷി MLA പറഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ആരോപണമാണല്ലോ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണല്ലോ. കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ആരോപണങ്ങളാണല്ലോ. അപ്പോൾ ഒന്നുകിൽ അത് അദ്ദേഹത്തെക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം, അല്ലെങ്കിലോ
അല്ലെങ്കിൽ ഇത് CBIക്ക് വിടണം, ഇത് കേന്ദ്ര ഏജൻസികൾക്ക് വിടണം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിഷയമുണ്ട്, പ്രത്യേക വ്യക്തിയെ കൊന്നു എന്നാണ് പറയുന്നത്. അയാളെ കൊലപാതകത്തിൽ പങ്കുണ്ടായേക്കാം എന്ന് പറയുന്നു. മാമി എന്ന് പറഞ്ഞ് കോഴിക്കോട്ട് നിന്ന് ഒരു വ്യക്തിയെ പറഞ്ഞ് ഒരു കൊല്ലമായി കാണാണ്ടായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആരോപണങ്ങളാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാധാരണക്കാരുടെ മനസ്സിൽ വലിയ തോതിലുള്ള ആശങ്ക ഉളവാക്കുന്ന ആരോപണങ്ങളാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളാണോ പോലീസ് സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മസാല ചേർക്കാൻ തൃശ്ശൂർ പൂരവും കൂടി കയറ്റിയിട്ടുണ്ട്. കാരണം അത് പോന്ന പോക്കിന് BJPക്ക് ഒന്ന് കിടക്കട്ടെ എന്ന രീതിയിലാണ്. അപ്പോ ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഒന്നുകിൽ സീനിയർ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം, അല്ലെങ്കിൽ പോലീസിന് സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ CBI ഏൽപ്പിക്കണം, കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം, അവരന്വേഷിക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള അടിയന്തര നടപടി ഉണ്ടാവണം. നമുക്ക് സംസ്ഥാനത്തിന് പിണറായി വിജയനെ മാറ്റുന്നതും അതിന് CPMന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പിസത്തിലൊന്നും നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യമില്ല. നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യം നമ്മുടെ സംസ്ഥാനത്തിന് ക്രമസമാധാന നിലയാണ്, സ്വൈര ജീവിതമാണ്. അപ്പൊ അതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് മുന്നിൽ ഇതൊരു ചോദ്യചിഹ്നമാണ് ഈ ആരോപണങ്ങളൊക്കെ. ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദം ഉടലെടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ മറ്റൊരു വിവാദത്തിന് കൂടി ചെറിയ രീതിയിൽ തിരികൊളുത്താൻ കോൺഗ്രസ് ശ്രമിക്കുകയുണ്ടായി. ADGP MR അജിത് കുമാറും BJPയും തമ്മിൽ അവിശുദ്ധ ബന്ധമാണ്, അതിൻ്റെ ഫലമായിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അതുമാത്രമല്ല, അതേ നാണയത്തിൽ തന്നെ ഈ CPMനുള്ളിൽ നിന്ന് വരുന്ന വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയനും BJP ബാന്ധവമുണ്ട്, സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നു, അതിനെതിരെയുള്ള ഒരു വികാരമാണ് ഇത്തരത്തിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ നിലമ്പൂർ MLA PV അൻവർ മുഖാന്തിരം നടത്തുന്ന മറ്റൊരു വിപ്ലവം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് BJPയെയും സംഘപരിവാറിനെയും കൂടി കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അല്ല, അതെന്താ അറിയോ, നമ്മുടെ നാട്ടില് ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു സ്വഭാവമുണ്ട്. നാട്ടിൽ എന്ത് മോശപ്പെട്ട കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ എന്തുണ്ടായാലും അതിന് BJP ആയിട്ട് സംഘപരിവാറായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നത് RSSന്റെ മുതിർന്ന നേതാക്കന്മാർ വന്നപ്പോൾ, അല്ലെങ്കിൽ സംഘത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആള് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയി എന്നാണ്. അത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാ പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം പാലക്കാട് സംഘത്തിന്റെ സമന്വയ ബൈഠക്ക് നടന്നിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. ആ സമയത്താണ് മനസ്സിലാക്കിയത് പോലീസ് സംവിധാനം സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. മോൻജി ഭഗവത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വലിയ തോതിലുള്ള അദ്ദേഹത്തിന്റെ വണ്ടി, അദ്ദേഹം യാത്ര ചെയ്ത വാഹനത്തിന്റെ മുമ്പിൽ 3-4 പോലീസ് ജീപ്പ് ഉണ്ട്, അതിന്റെ പിന്നിൽ 2-3 പോലീസ് ജീപ്പ് ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ആ കോമ്പൗണ്ടിനുള്ളിൽ പോയത്, പുറത്തേയുള്ള റോഡിന്റെ മുകളിലല്ല, കോമ്പൗണ്ടിനുള്ളിൽ പോയത്, യാത്ര ചെയ്തത്. അപ്പോൾ അത്ര സുരക്ഷയുള്ള ഒരു സംവിധാനത്തിലാണ് RSSന്റെ സർസംഘചാലക് പോകുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും RSSന്റെ മുതിർന്ന നേതാക്കന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണും. കാരണം സുരക്ഷാ കാര്യങ്ങളൊക്കെ അവർക്ക് സംസാരിക്കണമല്ലോ. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല, അതും ഇതുമായിട്ടൊന്നും ബന്ധിപ്പിക്കണ്ട. പിന്നെ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്നത്, തൃശ്ശൂർ പൂരം കലക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ, ശ്രീ K മുരളീധരൻ. അദ്ദേഹം എന്നോട് അവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞത് കിടന്നുറങ്ങുകയായിരുന്നു എന്നാ. ഇവിടെ പൂരം കലക്കപ്പെട്ടിട്ട് ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കി. സുരേഷ് ഗോപിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു ആംബുലൻസിൽ വന്നു. കാരണം അദ്ദേഹത്തിന് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല എന്നിട്ട് പൂര കമ്മിറ്റിക്കാരോടും ക്ഷേത്ര കമ്മിറ്റിക്കാരോടും നിങ്ങൾ എങ്ങനെയെങ്കിലും പൂരം നടത്തണം, നാട്ടുകാർ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കൂടി നിൽക്കുകയാണ്, പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം, ഇപ്പോൾ പൂരം എങ്ങനെയെങ്കിലും നടത്തണം, നിങ്ങൾ പിൻവലിക്കരുത്, നിങ്ങൾ നിർത്തിവെക്കരുത് എന്ന് പറഞ്ഞ് പൂരം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K മുരളീധരൻ എവിടെയോ കിടന്നുറങ്ങുകയായിരുന്നു, കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. അവർക്ക് ഇതിലൊക്കെ ഇടപെടാമായിരുന്നല്ലോ, അവർക്ക് ഇതൊന്നും താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പൂരം കലക്കിയ സമയത്ത് പ്രശ്നമുണ്ടായപ്പോൾ കോൺഗ്രസുകാരെ കണ്ടില്ല, പ്രതാപനെ കണ്ടില്ല, K മുരളീധരനെ കണ്ടില്ല, അവരൊക്കെ എവിടെയോ കിടന്നുറങ്ങി. BJP അവസരത്തിൽ ഉയർന്ന് പൂരം രക്ഷിക്കാൻ വേണ്ടി ശ്രീ സുരേഷ് ഗോപിയും BJP നേതാക്കന്മാരും പരിശ്രമിച്ചു. അതിന്റെ ഗുണം BJPക്ക് ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവിക കിട്ടുമല്ലോ, കൂർക്കം വലിച്ചുറങ്ങുന്നവന് അതിന്റെ ഗുണം ഉണ്ടാവൂലല്ലോ. അപ്പൊ അതിനിപ്പോൾ BJPക്ക് വേണ്ടി കലക്കി എന്നൊക്കെ പറയുന്നതൊക്കെ അസംബന്ധമാണ്. അതൊക്കെ അസംബന്ധം പറയുകയാണ്.
പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ ഇങ്ങനെ പരസ്പരം ചളിവാരി എറിയണ്ട. ഇവര് എത്രയായാലും ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളാണല്ലോ. ഇവര് തമ്മിലുള്ള ചക്കളിത്തി പോരിലൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ PM സുരേഷ് ബാബു, നിലവിലെ ഇടതുപക്ഷത്തെ സാഹചര്യം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിലവിലെ ഇടതുപക്ഷ സാഹചര്യത്തെ ഞാനൊരു വളരെ ശുഭോദർക്കമായ സാഹചര്യത്തിലാണ് എന്ന് വിലയിരുത്തുന്നില്ല. അങ്ങനെ വിലയിരുത്താതിരിക്കാനുള്ള കാരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സാഹചര്യത്തിലും കൂടിയാണ്. അപ്പോൾ അതൊരു ശുഭോദർക്കമാവില്ല. സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ എത്രത്തോളം നേർത്ത രാഷ്ട്രീയ സമീപനത്തോടുകൂടി സമീപിക്കുന്നുവോ അത്രയ്ക്കാണ് അവരുടെ അംഗീകാരം. ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷ സഹയാത്രികന്മാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നോ ഒരു ചെറിയ വെള്ളം തളിക്കൽ ഉണ്ടായാൽ പോലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു അന്തസ്സത്തയെ ബാധിക്കുമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ നടക്കുന്ന പാർട്ടി രാഷ്ട്രീയ സമ്മേളനങ്ങളെക്കുറിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായി, അല്ലെങ്കിൽ അതാണ് ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരു വൃഥാ വ്യായാമമായിരിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന വിമർശനങ്ങളും വിശകലനങ്ങളും 3 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന സമ്മേളനങ്ങളിൽ സ്വാഭാവികമായും ഉയർന്നു വരും. ആ ഉയർന്നു വരുന്നതിന് അതിൻ്റെ നേതൃത്വത്തിന് ഏതൊക്കെ തരത്തിലാണോ അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും ചെയ്തു കൊടുക്കാനും കഴിവുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണത്. ആ പാർട്ടി അതിനെ ടാക്കിൾ ചെയ്തോളും. അതായത് നിലവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? പരിഹരിക്കപ്പെടുമെന്ന വാക്കിനോടല്ല ഞാൻ അതിനകത്ത് യോജിക്കുന്നത്. നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ, വസ്തുതകൾ, അതൊരു നിയമപരമായി നേരിടേണ്ടത് കൂടിയാണെങ്കിൽ അത് ആ വഴിയിൽ നേരിടണം, ആ വഴിയെ അതിനെ സമീപിക്കണം. അതല്ല പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാകണം. അങ്ങനെ രണ്ടും സംഭവിക്കുമെന്നാണ് എൻ്റെ കരുതൽ. പക്ഷേ അവിടെയാണ് ഉയരുന്ന ചോദ്യം, ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA ആണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് മറ്റു പലരും ഏറ്റെടുക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? കാരണം ഇത് വരും ദിവസങ്ങളിലും ഇപ്പോൾ PV അൻവർ MLA ഒരു ചട്ടുകം മാത്രമാണെങ്കിൽ പുറകിൽ കുറച്ചുപേരുണ്ട് എങ്കിൽ അത് ഇനിയും തുടരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അപ്പോൾ രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങുകളിലും കമ്മിറ്റികളിലും ഒക്കെ ഇത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ലല്ലോ. അല്ല, അത് ഏത് തരത്തിലാണ് താങ്കൾ അതിനെ സമീപിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലായില്ല. ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമമല്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ നിയമപരമായി പരിശോധിക്കേണ്ടതാണെങ്കിൽ അത്തരം നിയമപരമായ പരിശോധനയുണ്ടാവും. പക്ഷേ അതിനുള്ളൊരു കാലതാമസമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ശ്രീ സുരേഷ് ബാബു, എന്തുകൊണ്ടാണ് കാലതാമസം? ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു, പല തെളിവുകളും പൊതുസമൂഹത്തിലേക്കാണ് PV അൻവർ MLA വലിച്ചു നീട്ടിയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാലതാമസം? നമുക്കറിയാം, പോലീസ് അസോസിയേഷന്റെ വേദിയിലാണ് മുഖ്യമന്ത്രി ADGP-ക്കെതിരെ അന്വേഷണം. അല്ല, നമ്മൾ കണ്ടതാണ്, പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിലാണല്ലോ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ എന്താണ് തുടർ നടപടി ഉണ്ടായത് എന്നുള്ളതാണ്. കാലതാമസം എന്ന ടെർമിനോളജിയോട് ഞാൻ യോജിക്കുന്നില്ല. യഥാർത്ഥത്തിലുള്ള കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ അനുവദിക്കുന്നതാണ്
എന്തോ റിഫ്ലക്ട് ചെയ്യും. കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ശ്രീ സുരേഷ് ബാബു. വരുന്നു വല്ലാതെ. ശരി, താങ്കളിലേക്ക് എത്താം. അത് പരിഹരിച്ചതിന് ശേഷം താങ്കളിലേക്ക് എത്താം. ശ്രീ പാണ്ഡ്യാല ഷാജി, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ഇത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളത്. അത്തരത്തിൽ തന്നെയാണോ സാഹചര്യം നീങ്ങുന്നത്? അതായത് ഈ ഏകാധിപത്യ സ്വഭാവം വച്ചു പുലർത്തുന്ന പിണറായി വിജയൻ ഇത് ഏത് വിധത്തിലെങ്കിലും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതേ സ്വഭാവം വച്ചു പുലർത്തും, ഒരു തരത്തിലുള്ള എതിർ സ്വരങ്ങളും ഉണ്ടാകുകയില്ല ഈ അടുത്ത കാലത്തൊന്നും എന്ന് തന്നെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഞാൻ ഒരു ഉദാഹരണം പറയാതെ കേട്ടത്, ഈ ഇന്ത്യൻ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇതേപോലെ തന്നെയാണ് PV അൻവർ നിയമസഭക്കകത്തും ഇതേപോലെ ഭരണഘടന സത്യപ്രതിജ്ഞ അയാൾ MLA ആവുന്നത്. കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഗുരുതരമായിരിക്കുന്ന ആരോപണം ഒരു ഭാഗത്ത് അയാൾ ഉന്നയിച്ചു. രണ്ടാമത് അയാൾ ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി AGP കേന്ദ്രീകരിച്ച് ഫോൺ ചോർത്തുന്നു എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കുന്ന ആരോപണം ഉന്നയിച്ചു. ഈ ഇത്രയും സുപ്രധാനമായ ആരോപണം ഉന്നയിച്ചിട്ട് ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും ഉത്തരവിടാതിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇയാളെ പോലത്തെ ഒരു ഭീരു ലോകത്തിന് പറയുന്നുണ്ടോ? ആരാണ് ഈ അൻവർ? ഏതോ കാട്ടുരാജാവായി നടക്കുന്ന ഒരാൾ, അയാൾക്ക് ഇങ്ങനെ വായി തോന്നിയത് മുഴുവൻ തന്നെ വിളിച്ചു പറയാനും ഇതിലെല്ലാം വിളിച്ചു പറയുമ്പോൾ അത് നിലക്ക് നിർത്താനും അത് എന്താണെന്ന് ചോദ്യം ചോദിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മുഖ്യത്ര നിസ്സഹായനാണ്. ഈ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് എന്തിന്റെ മേലെയാണ്? സാമ്പത്തികമായ വ്യവഹാരക്രമത്തിന്റെ, സ്വർണ്ണ കച്ചവടത്തിന്റെ, കൂട്ടിക്കൊടുപ്പുകളുടെ, വ്യഭിചാരങ്ങളുടെ എന്തെല്ലാം തരത്തിലുണ്ടായിരിക്കുന്ന കോംപ്രമൈസുകളാണ് വാസ്തവത്തിൽ ഇത്. ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ പോയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണ സംവിധാനം. ഈ സംവിധാനത്തിൽ നിങ്ങൾ കേരളത്തിൽ ആർക്കാണ് സുരക്ഷ? ഈ സുരക്ഷയില്ലാത്തതിന്റെ ഉദാഹരണവും കൂടിയാണ് PV അൻവർ ചോദിച്ച ചോദ്യം. എന്താണ് ആവശ്യപ്പെട്ടത്? എനിക്ക് തോക്ക് വേണമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. മിസ്റ്റർ വിജയനുമായി ബന്ധമുള്ള ആളുകൾ ഇയാളെ ഗണ്ഡം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും അത് പ്രതിരോധിക്കാനുള്ള തോക്ക് ഞാൻ അതേ മിനിസ്ട്രിയുള്ള സ്ഥലത്ത് തന്നെ ഞാൻ വാങ്ങുന്നു എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയം ഉണ്ടതിനകത്ത്. ഇത്ര വിചിത്രമായിരിക്കുന്ന വാദമുഖങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു അക്ഷരം ഉരിയാടാതിരിക്കുന്ന മുഖ്യമന്ത്രി, ഒരു അക്ഷരം ഉരിയാടാതിരിക്കുന്ന ക്യാബിനറ്റ്. നിങ്ങൾ നോക്കൂ, ഈ ക്യാബിനറ്റിന്റെ രഹസ്യമല്ലേ ചോർത്തുന്നത്? അല്ലേ? ക്യാബിനറ്റ് രഹസ്യം ചോർത്തി കഴിഞ്ഞാൽ ക്യാബിനറ്റ് എന്തിനാണ് ഈ ക്യാബിനറ്റ്? പിന്നെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ആളുകളുടെ കിച്ചൺ ക്യാബിനറ്റ് ആണോ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇവർ നടന്നിരിക്കുന്ന വ്യവഹാരങ്ങൾ മുഴുവൻ എന്താണ് ശരിക്ക്? പലപ്പോഴും ഞാൻ പറയാന്ന്, കേരളം കണ്ട ഏറ്റവും റെവല്യൂഷണറി ആയ ശ്രീ സ്വപ്ന സുരേഷ് ഇത് മുഴുവൻ നേരത്തെ വിളിച്ചു പറഞ്ഞല്ലേ? അല്ലേ? എന്തെങ്കിലും നടപടി കേരളത്തിലുണ്ട്? എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായില്ല. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ഉത്തരേന്ത്യയിൽ നമ്മൾ പറയുന്ന ധൻബാദ് മാഫിയ പോലുള്ള ഏറ്റവും മാരകമായ മാഫിയാണ് വാസ്തവത്തിൽ കേരളം ഭരിക്കുന്നത്. ഇങ്ങനെ ഭരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് അധികാരത്തിനകത്തേക്ക് കയറാനുള്ളതിനേക്കാൾ പ്രധാനം പാർട്ടിക്കകത്ത് നിന്ന് എന്താ പറയാ ഒഴിവാക്കപ്പെടാവുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള യുദ്ധമാണ് നടത്തുന്നത്. ഈ യുദ്ധത്തിനകത്ത് യഥാർത്ഥത്തിൽ വരേണ്ടിയിരിക്കുന്നവർ ആരാണ്? ശരിക്ക് ആ ലീഡർഷിപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാള് G. സുധാകരനാണ്. MA ബേബിയിലെല്ലാം അവിടെ മാറ്റി നിർത്ത്. അവർ ആ പക്ഷത്ത് നിന്ന് വരാവുന്ന ഒരു സമരം കൊണ്ടുവരാൻ, അത്തരം സമരങ്ങളിലേക്ക് ഇത് ഇപ്പോഴും വികസിക്കുമോ എന്ന് പറയാൻ എന്തായാലും എനിക്ക് അറിയില്ല. അത് അത്തരം സംഭവങ്ങൾക്ക് ഇത് വികസിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സംഭവത്തിന് ഒരു വലിയ വ്യാപ്തിയുള്ളത്. രണ്ടാമത്തെ വിഷയം നോക്കൂ നിങ്ങൾ. ഈ P. ജയരാജൻ ഇത്രയും ഒരു വലിയ ഈ MP ഗോവിന്ദനുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഘട്ടവഴിയാണ് വന്നത്. ഈ P. ജയരാജൻ കളത്തിൽ നിന്ന് പുറത്തായി എന്നുള്ളത് കൊണ്ടാണ്. കാലത്ത് പുറത്തായില്ല, പുറത്തിന്റെ ബ്രിങ്ക് ഓഫ് എക്സ്പെൻഷൻ, അതിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ടാണ്. ഇനി നാളെ എന്തായി തീരും? ഈ P. ജയരാജൻ എന്ന് പറയുന്ന ഒരാള് MP ഗോവിന്ദനുമായി താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഗോവിന്ദന് താങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ തീർച്ചയായും സംശയാലുവാണ്. കാരണം P. ജയരാജൻ അത്ര ചെറുതല്ല. അപ്പൊ അങ്ങെല്ലാം വരാവുന്ന ഒരുപാട് സങ്കീർണമായ വിഷയങ്ങളുണ്ട്. ഇത് മുഴുവൻ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒറ്റ വിഷയത്തിന്റെ മേലെയാണ്. P. ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വിഷയത്തിന്റെ മേലെയാണ്. വിഷയം കിടക്കുന്ന എവിടെയാണ്? ഈ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള തസ്തികൾ കൊണ്ടുപോയി ഓരോ ആരെയും ഇരുത്തിയത് ആര് എന്നാണ് ചോദ്യം. ആരാണ് ഇരുത്തിയത്? ഇരുത്തിയത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇത് തൊട്ടു മുമ്പോട്ടായിരിക്കുന്ന നേരത്തെ ഉണ്ടായിരിക്കുന്ന KK രാജേഷ്. ഇങ്ങനെ ഓരോ ആളെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഇവരെല്ലാം തന്നെ ഈ മന്ത്രിസഭയിൽ ഈ ക്യാബിനറ്റ് ഇതിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് ചെയ്തത് എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ഊറ്റുകയാണ് ചെയ്തത്.
ഈ ഊറ്റിയ സംഭവത്തിന് നമ്മൾ അതിന് ഏറ്റവും പ്രൈമാ ഫേഴ്സി അക്യൂസ്ഡ് ഒരൊറ്റയാൾ മാത്രമേ, അത് ഈ മുഖ്യമന്ത്രി മാത്രമാണ്, മറ്റാരുമല്ല. മറ്റവരെല്ലാതെ ഇവരുടെ ഇപ്പൊ ഇയാളെന്ത് ചെയ്യാണ്? അതാ ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ADGP വേണമെങ്കിൽ ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ CPI ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ, ഗൗരവമായി ഉന്നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ഒരു കോംപ്രമൈസ് വന്നേക്കാം. വരികയാണ് എങ്കിൽ അദ്ദേഹത്തെ ഈ അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ നിന്ന് ഘട്ടം വരെ ഒന്ന് മാറ്റി നിർത്താവുന്ന അവസ്ഥ വരും. അപ്പോഴും എന്ത് ചെയ്യും? ഇയാൾക്ക് ആവശ്യമായിരിക്കുന്ന മുഴുവൻ സഹായം ഇയാൾ ചെയ്തു കൊടുക്കാൻ ഇയാൾ നിർബന്ധിതനാണ്. ഇത്രമാത്രം നിഗൂഢമായിരിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റിനെ നിർമ്മിക്കുക, ഇത്തരം ഒരു ഡീപ് സ്റ്റേറ്റിനെ നിർമ്മിച്ച് അതിനകത്ത് നിന്ന് നാട്ടുകാരെ ഭരിക്കുക, ഈ ഭരിക്കുന്നതിന് വരുന്ന ഒരു കലാപം ഉണ്ടാകില്ല. ആ കലാപത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യും. പക്ഷേ ആ അർത്ഥത്തിൽ വളർന്ന് വികസിക്കാനുള്ള ഒരു സമര മുന്നണി തുറക്കുന്ന സമരമുഖമല്ല ഇത് എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ബന്ധങ്ങൾ മുഴുവൻ നിശ്ചയിക്കുന്നത് ഇതിന്റെ വ്യാപാര മേഖലയും അധികാര തർക്കങ്ങളും മാത്രമാണ്. അതായത് താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് വാസ്തവത്തിൽ. ഞാൻ ആവർത്തിച്ചു, താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ്. ഇതാണ് എൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സാധനം. ഇതാണ് ഈ പാർട്ടിയുടെ ഉദകക്രിയ ഇവൻ നടത്തും. ഒപ്പം എന്തും ചെയ്യും? അയാളുടെ കഥയും കടിക്കും എന്ന് പറയുന്നത്. കാരണം പാർട്ടി എവിടെ ഉണ്ടായോ അവിടെ വെച്ച് തന്നെ ഇത് കുഴിച്ചു കൂടുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കുക. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം ഇനി ആരാണ് വരിക എന്നുള്ള ഒരാൾക്കും അറിയില്ല, നിശ്ചയമില്ല. ഇതിലുണ്ടാക്കുന്ന മിക്കവാറും ആളുകൾ ഒഴിവാകുകയാണ്. എല്ലാവരും പ്രായാധിക്യം കാരണം ഒഴിവാകും. പോളിബൂറോയിലേക്ക് ഒരാൾ വരുന്നത് ആരാണ്? ഇയാൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഉറുപ്പൊക്കെ കൊള്ളാതിരിക്കുന്ന കക്ഷികളുണ്ട്. ഇവരെല്ലാമാണ് ഈ പാർട്ടിയുടെ ഉന്നതങ്ങളായ ബോഡിയിലേക്ക് നാളെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടെടുക്കുക. ഇതെന്തിനാണ് എത്തിക്കുന്നതാണ് പിന്നെ ചോദ്യം. മൂന്നാമത്തെ പോയിന്റ് അതാണെന്നത്. അത് ഇയാളുടെ പേരിൽ യഥേഷ്ടം കേസുകൾ നടക്കുകയല്ലേ, ജീവിതാന്ത്യം വരെയും അതിനുശേഷമൊക്കെ നടക്കാവുന്ന കേസുകളാണ്. ഈ കേസുകൾ നാളെ ആർ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ് വിഷയം. ഇവിടെയാണ് ഇയാൾക്ക് ഈ പവർ ഇയാൾ കൈയൊഴിയാതിരിക്കുന്ന ഘടകമാടെയാണ്. ഇയാൾ നാളെയോ മറ്റന്നാളോ വല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷമോ വേറെ എന്തെങ്കിലും സാധ്യതയുടെ അടിസ്ഥാനത്ത് മറ്റൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ കേസുകൾ സംരക്ഷിക്കാനുള്ള ഒരാളെ ആർക്ക് വേണം? ഇവിടെ വേണം. ഈ വേണമെന്നുണ്ടാക്കില്ല. അതിന് ആര് വേണം? അതിന് PCCയേക്കാൾ യോഗ്യൻ മറ്റൊരാളുമില്ല. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് മരുമകനേക്കാൾ എഫിഷ്യന്റ് ആരാണ്? PCC ആണ് എന്നാണ് ഇദ്ദേഹം കണക്കൂട്ടിയിട്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് PCCയെ കൈയൊഴിയുക അത്ര എളുപ്പത്തിൽ സാധ്യമാവില്ല. പക്ഷേ PCCയെ കണ്ണൂർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്ന P ജയരാജന് നിശ്ചയമായും PCCയെ സാക്ക് ചെയ്യണമെന്നുള്ള ഒരു കഠിനമായ വ്രതത്തിലാണ്. ഈ കഠിനമായ വ്രതത്തിന്റെ ആവശ്യവും കൂടിയാണ് PV അൻവറിലൂടെ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും തന്നെ ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തു വരുന്ന ഒരു സമരത്തിന്റെ രൂപമല്ല. അതിനാൽ തന്നെ ഇത് വളരാനും വികസിക്കാനുമുള്ള സാധ്യതകൾ മറ്റർത്ഥത്തിൽ എന്താണ് അതിനെ ആഭ്യന്തരമായി തന്നെ അതിനെ ദുർബലപ്പെടുത്തുമെന്നാണ് എൻ്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം. മേഡം ശ്രീ പത്മനാഭൻ, വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സംസ്ഥാനത്ത് അലയടിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഒക്കെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു. നേരത്തെ മുതൽക്ക് തന്നെ നമ്മൾ കണ്ടതാണ് ഈ സ്വർണ്ണക്കടത്ത്, മാസപ്പടി വിവാദം. ഇതൊക്കെ മുഖ്യമന്ത്രി എന്ന പിണറായി വിജയന് തികച്ചും പ്രതികൂലമായ സാഹചര്യം ഒരുക്കുന്ന വേളയിൽ ഏതെങ്കിലും രീതിയിലുള്ള എതിർസ്വരം ഉയർത്തിയാൽ തങ്ങളുടെ ഇമേജിന് തങ്ങൾക്കത് അനുകൂലമാകും എന്ന് കരുതുന്ന ചിലരെങ്കിലും CPM-നുള്ളിലുണ്ടോ, ഇടതുപക്ഷത്തിനുള്ളിലുണ്ടോ? അതാണോ ഇത്തരത്തിലുള്ള ഈ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം? വേറൊരു വശമുണ്ട്. അത് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട് തേണിച്ചെറയിലെ BJP ഓഫീസിൽ നിന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നോക്കൂ, ജൂലൈ മാസം 30-ാം തീയതിയാണ് വയനാട്ടിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. 500 ആളാണ് മരിച്ചത്. നോക്കൂ, എന്തായി വയനാട്ടിലെ പുനരധിവാസം? എന്തായി വയനാട്ടിലെ പ്രശ്നങ്ങളുടെ പരിഹാരം? എന്തെങ്കിലും ആയോ? ആളുകൾക്ക് വീട് കിട്ടിയോ? ആളുകൾ താമസിക്കാൻ തുടങ്ങിയോ? അവർക്ക് സ്ഥലവും വീടും ഒക്കെ കൊടുക്കുന്നതിന്റെ പരിപാടി എവിടെ എത്തി? പൈസ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് NDA ഗവൺമെന്റുകൾ ഭരിക്കുന്ന, അതായത് BJP ഘടകകക്ഷികളും ഭരിക്കുന്ന NDA ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 65 കോടി കിട്ടിയിട്ടുണ്ടെന്നാണ്. മാത്രം. അതായത് മധ്യപ്രദേശ് 20 കോടി, ഉത്തർപ്രദേശ് 15 കോടി, ഛത്തീസ്ഗഡ് 10 കോടി, ആന്ധ്ര 10 കോടി, അങ്ങനെ വന്നിട്ട് ഏതാണ്ട് 65 കോടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 65 കോടി BJP ഭരിക്കുന്ന ഗവൺമെന്റുകൾ അല്ലെ NDA ഭരിക്കുന്ന സർക്കാരുകൾ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇനി സ്വകാര്യ വ്യക്തികൾ ഒക്കെ കൊടുത്ത പൈസ ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും തുടങ്ങിയോ?
ഇതൊക്കെയാണ് വിഷയം. ഇതൊക്കെ മറന്നുപോയില്ലേ? ഇപ്പോൾ 19 സബ്മിറ്റ് ചെയ്ത, അതായത് 2019 കേരള ഗവൺമെന്റിന് കൈമാറിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തുവിട്ടു. ഇത് വയനാട് സംഭവിച്ച് വയനാടിലെ ആദ്യത്തെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അതായത് രക്ഷാപ്രവർത്തനങ്ങളും പിന്നെ ചികിത്സാ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുനരധിവാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്ത് ചെയ്തു? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. അതോടുകൂടി വയനാട് മുങ്ങി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കെട്ടടങ്ങുമ്പോൾ പുതിയ വിവാദം വന്നു. ഇപ്പോഴും എന്തായി? വയനാട് മുങ്ങി. ഇപ്പൊ വയനാട് മുങ്ങിക്കിടക്കുക. ഇപ്പൊ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു അത്. അതെന്തായി? കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ആളുകൾക്ക് വീട്? ഇതൊന്നും ചർച്ചയില്ല. ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ 2 വിഷയങ്ങൾ ഉയർന്നു വന്നത് കാരണം വയനാട് തമസ്കരിക്കപ്പെട്ടു. ഇത് മനഃപൂർവ്വമായിരിക്കണമല്ലോ. 4-5 കൊല്ലം മുന്നേ സബ്മിറ്റ് ചെയ്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാ ഇപ്പൊ പുറത്തുവിട്ടത് ഈ വയനാട് നടക്കുമ്പോ? അപ്പോ ഇപ്പൊ അതിനുശേഷം അവർ തന്നെ പരസ്പരം ഒരു വിവാദം ഉണ്ടാക്കി. ഈ ചില സ്ഥലത്ത് ഈ ആളുകൾ ഉത്സവം കലക്കാനും അല്ലെങ്കിൽ ചില ചടങ്ങ് കലക്കാനൊക്കെ ചില ആളുകൾ ചെയ്യുന്നൊരു പണിയാണ്. അവർ തമ്മിലൊരു തല്ലാണ്ടുണ്ടാക്കും. ചില ഉത്സവ പറമ്പിലൊക്കെ കാണാം, തമ്മിലൊരു തല്ലാണ്ടുണ്ടാക്കും. അപ്പൊ ആൾക്കാരൊക്കെ ചെതറി ഓടും. അതൊരു അഭിനയമായിരിക്കും, അങ്ങനെയും ആവാം. പിന്നെ വേറൊരു വിഷയം, ഫോൺ ചോർത്തൽ എന്നൊരു വിവാദം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു സമ്മേളനം മുഴുവൻ ഒലിച്ചു പോയത്, അത് പ്രതിപക്ഷ ബഹളം കാരണം ചർച്ചകളൊന്നും നടക്കാതെ ഗില്ലറ്റ് ഉപയോഗിച്ച് ബില്ലുകളൊക്കെ പാസാക്കി ഫലപ്രദമായ രീതിയിൽ ചോദ്യോത്തര വേള മുടക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. ചോദ്യോത്തര വേള വരെ നഷ്ടപ്പെട്ടു പോയി ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ. എന്താ കാര്യം അറിയോ? പെഗാസിസ്. അത് ഇസ്രയേലിന്റെ ഏതോ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഫോൺ ചോർത്തുണ്ട് എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം തീവ്രവാദികളെ നേരിടാനും ഒക്കെ ചില സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും പരസ്യമായി പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പോയല്ലോ, പിന്നെന്ത് രഹസ്യാന്വേഷണ വിഭാഗം? അപ്പൊ അത് പൊളിക്കാൻ, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ പൊളിക്കാൻ ഏതോ വിദേശ ശക്തി പടച്ചുവിട്ട കഥ എടുത്ത് പെഗാസിസ് രാഷ്ട്രീയക്കാരെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റുകാര്, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ജോൺ ബ്രിട്ടാസിനെയൊക്കെ പോലുള്ള ആളുകൾ രാജ്യസഭയിൽ വലിയ പ്ലക്കാർഡ് പിടിച്ച് ബഹളം ഉണ്ടാക്കുന്നത്. ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ ഒളിച്ചു പോയില്ലേ പെഗാസിസിന്റെ പേരിൽ? ഇപ്പോ എന്താ സ്ഥിതി? ഭരണകക്ഷി MLA പറയാം മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു, ഓട്ടെ മുഖ്യമന്ത്രിന്റെ ഫോൺ ചോർത്തുന്നു. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്? പെഗാസിസിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരത് ചെയ്യുന്നത്. അപ്പൊ താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ബഹളം ഈ സമയത്ത് ഈ ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരായി നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം നടന്ന ഈ സമയത്ത് എടുത്തിട്ടിട്ട് ഈ വിഷയങ്ങൾ എടുത്തിട്ട് ഇപ്പൊ അവർക്ക് പാർട്ടിക്കുള്ളിൽ അധികാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാം എന്നത് മാത്രമല്ല, ഇങ്ങനെയും ചില ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ എന്താ പറയാ, നമ്മുടെ കേരളത്തിലെ ഭരണരംഗത്ത് പ്രത്യേകിച്ച് CPM-നുള്ളിൽ ഉണ്ടായിട്ടുള്ള ദുഷിപ്പ്, അതായത് ഇനി അങ്ങോട്ട് ദുഷിക്കാനില്ല. 1990 സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുഷിച്ച് നാറി പൊട്ടിപ്പാളീസായി. ചൈനയിൽ തിയാൻമെൻ സ്ക്വയർ നടന്ന കഥ നമുക്കറിയാം. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടന്നത് നമുക്കറിയാം. ഇതെങ്ങനെയൊക്കെ ദുഷിച്ച് ഇത് ഒരു വല്ലാത്ത അവസ്ഥയിലെത്തുകയാണ്. എന്നിട്ട് അവർക്ക് തന്നെ ഇത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാവുകയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെല്ലുന്നത്. അപ്പോ ഈ പാർട്ടിക്കുള്ളിലെ ദുഷിപ്പാണ് ഈ കാണിക്കുന്നത്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു സ്വഭാവമാണിത്. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ സംഭവിച്ച കാര്യമാണിത്. എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവസാനം ഇത് ദുഷിച്ച് പൊളിഞ്ഞ് പാളിസാവും, ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ. അപ്പോ ഇതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇതിന് വില കൊടുക്കുന്നത് ആരാ? കേരളത്തിലെ ജനങ്ങളാ. ഇവിടെ 4.5 ലക്ഷം കോടി രൂപ കടത്തിലാ സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നു. 4-5 മാസമായി പെൻഷൻ ഇല്ല. 1600 രൂപയാണ് പെൻഷൻ. അത് ഇതുവരെ 4-5 മാസമായി കൊടുത്തിട്ട് അതിനൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ നേരില്ല. വയനാട് മറന്നു, എല്ലാ വിഷയങ്ങളും മറന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. പരസ്പരം ഒരു തല്ലുണ്ടാക്കി. ഉത്സവ പറമ്പിൽ ചില ആളുകൾ ഉത്സവം കലക്കാൻ ചെയ്യുന്നത് പോലെ ഒരു തല്ലുണ്ടാക്കി, ഒരു ബഹളം ഉണ്ടാക്കി. അപ്പോ ബാക്കിയൊക്കെ കേരളം മറന്നുപോയിരിക്കുക. അപകടകരമായ അവസ്ഥയിലാണ് കേരളം ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും. അതെ, ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഈ ആരോപണങ്ങൾക്കൊക്കെ നിയമപരമായ നടപടി ഉണ്ടാകും, നിയമപരമായി നേരിടും, പാർട്ടി കമ്മിറ്റികളിലോ അല്ലെങ്കിൽ പാർട്ടിക്കകത്തോ ഇതൊക്കെ ചർച്ച ചെയ്യുമെന്ന്. അത്രമാത്രം ലാഘവത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇത്? കാരണം
സംസ്ഥാനത്തിൻ്റെ DGPയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ADGP ഭരണം നടത്തുന്നു. അതും ഏത് തരത്തിൽ? സ്വർണം പൊട്ടിക്കൽ എന്നാണ് ആ പദപ്രയോഗം. സ്വർണ്ണ കച്ചവടക്കാരുമായുള്ള ഇടപാടുകൾ, മാഫിയ ബന്ധം, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ഏതൊക്കെ രീതിയിലാണ് അക്രമങ്ങൾ നടത്തിയത് എന്ന് വിവരിക്കാൻ പോലും സാധിക്കില്ല. കൊലപാതക ആരോപണം വരെയുണ്ട് ഒരു ADGPക്കെതിരെ. ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെ നിയമിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോഴും അത് നിയമപരമായി നേരിടാം, കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നൊക്കെ പറയാൻ കഴിയുമോ? ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നത്, അതും ഭരണപക്ഷ MLA. അതുകൊണ്ട് ഇത് അങ്ങനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ? അല്ല, ഇത് എന്നെ വിളിച്ചതൊരു ചർച്ചയ്ക്കാണ്. ആ ചർച്ച ആണ് ഇവിടെ നടക്കുന്നത് എന്ന അഭിപ്രായം എനിക്കിപ്പോൾ ഇല്ല. ഇവിടെ രണ്ടു പേർക്ക് പ്രസംഗിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. ആ പ്രസംഗത്തിലെ അസാംഗത്യത്തെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. ചർച്ചയാണെങ്കിൽ ചർച്ച, ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതൊക്കെയാണ് ഞാൻ ശീലിച്ച ചർച്ച. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ സംഭവം. പിന്നെ ചാനൽ മേധാവികൾക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഞാനതിനെ കാണുന്നില്ല. പക്ഷേ കേൾക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ എൻ്റെ അഭിപ്രായം കേൾക്കണമെന്നല്ലോ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയാനുണ്ടായൊരു കാരണം. ഒരു ഭരണകൂടത്തെ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയുന്ന വാക്കുകളുള്ള ആളുകൾക്ക് പ്രസംഗത്തിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. ഇനി ഇവിടെ കാര്യം, നിങ്ങളുടെ ചോദ്യത്തിനുണ്ട് എൻ്റെ ഉത്തരം എന്താണ്? ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിന് നിയമപരമായ നടപടികൾ എടുക്കുകയല്ലാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് പോംവഴി? ഒന്ന് പറയുക. എനിക്കറിഞ്ഞുകൂടാ, വേറെ പോംവഴി ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിയമപരമായ നടപടികളിലൂടെ അതിന് പരിഹാരം കാണുക, അതിൽ കുറ്റവാളികളെ കണ്ടെത്തുക, അതാണ് നിയമപരമായ വഴി. അതല്ലാത്ത മറ്റൊരു വഴി വേറൊരു പ്രതലത്തിലാണ്, ജനാധിപത്യ രാജ്യത്തിലല്ല. അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അതെ, അല്ല, ഒരു കേവലമായ ഒരു സംശയം മാത്രമാണ്. അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തിനാണ് കാലതാമസം? 2 ദിവസം മുൻപാണ് സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ വേദിയിൽ ADGPയെ അരികത്തിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം ഉണ്ടാകും എന്ന്. എന്നിട്ട് എന്തേ ഇത്ര താമസം എന്നാണ് ചോദ്യം. എനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും മനസ്സിലാകാത്തൊരു വിഷയമാണത്. ഏറ്റവും മനസ്സിലാകാത്ത വിഷയമാണ്. ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് DGPയുടെ കീഴിൽ അന്വേഷണത്തിന് ഉത്തരവുന്ന ആളുകളെ 2, 4, 5, 7 വ്യക്തികളെ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ അതിൻ്റെ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് നടക്കുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കൾക്ക് ആ വിവരമില്ലെങ്കിൽ സത്യവിരുദ്ധമാണ് ഞാൻ പറയുന്നത്. ശ്രീ സുരേഷ് ബാബു, ADGP ക്രമസമാധാന ചുമതലയുമായി തൽസ്ഥിതി തുടരുകയല്ലേ? തുടരുകയാണ്. അതെ, അതാണ് വിഷയം. ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് DGPയുടെ നേതൃത്വത്തിൽ ADGPയെക്കാളും താഴെയുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ എന്ത് പ്രസക്തി? ഹലോ, കേൾക്കാം ശ്രീ സുരേഷ് ബാബു, കേൾക്കാം. പറഞ്ഞോളൂ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിൽ ആരൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും എക്കോ വന്നിട്ടുണ്ട്. അത് സാരമില്ല. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് ഒരാളെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ ഉടനെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കീഴ്വഴക്കമെങ്കിൽ ആ കീഴ്വഴക്കമാണ് നമുക്ക് നടപ്പാക്കേണ്ടതെന്നുള്ളത് പറയാം. ഞാനത് മനസ്സിലാക്കിയിട്ടില്ല.
അന്വേഷണം നടത്തും, അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് ഇവിടെ പിരിച്ചുവിടലൊന്നുമല്ല, എത്രയോ അന്വേഷണങ്ങൾ സംസ്ഥാനത്ത് ഓരോ ഉദ്യോഗസ്ഥനും നേരിടുന്നു. പിരിച്ചുവിട്ടുകൊണ്ടാണ് അന്വേഷണം നേരിടുന്നത്. തൽസ്ഥാനത്ത് നിന്ന് മാറണം. പ്രത്യേകിച്ച് അധികാര ദുർവിനിയോഗം നടത്താൻ സാധ്യതയുള്ള മേഖലയാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി നിർത്തണം. ഇത് താങ്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അല്ലല്ലോ അതല്ല അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരമൊരു ഏത് നടപടികൾക്ക് ഒരു ഗവൺമെന്റ് സ്വീകരിക്കണമെന്നത് ഡിക്റ്റേറ്റ് ചെയ്യാൻ നമുക്കാർക്കും അധികാരമില്ല. നമ്മൾ അഭിപ്രായം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നു. DGPയുടെ നേതൃത്വത്തിൽ ഒരു 6-7 IPS ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘം ഈ ആരോപണങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. ആ ആരോപണങ്ങൾ പരിശോധിച്ച് അതിൽ ക്രിമിനലായ നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് നടപടികൾ എടുത്തിരിക്കും. അതിൻ്റെ പേരിൽ FIR വരും, അതിൻ്റെ പേരിൽ ചാർജ് ഷീറ്റും വരും. അതല്ലാതെ ആരോപണം ഉണ്ടാകുന്ന നിമിഷം തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാൻ കഴിയുമോ? ആർക്കെങ്കിലും ജോലി ചെയ്യാൻ കഴിയുമോ? ഒരു കടലാസ് എടുത്ത് എഴുതി കൊടുത്താൽ പോരെ? ഒരു ചാനലിന്റെ മുമ്പിൽ, യൂട്യൂബ് ചാനലിന്റെ മുമ്പിൽ പറഞ്ഞാൽ പോരെ? അങ്ങനെയാകുമ്പോൾ ഒരു അനാർക്കിയല്ലേ സൃഷ്ടിക്കാൻ പോകുന്നത്? ആ അനാർക്കി ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, എനിക്ക് വളരെ സ്നേഹമുള്ള ശ്രീ പത്മനാഭനാണ്. എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുണ്ടായ സാഹചര്യമെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണോ അദ്ദേഹം ഈ ചാനലിൽ ഇങ്ങനെ പറഞ്ഞത്? ജൂലൈ 30 നടന്ന ആ ഒരു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് 30 എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു എന്നാണ്. 30 ദിവസം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രതിഭാസം, ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടോ? 10,000 ജില്ലയുടെ വീടുകൾക്ക് ഇത് ഇങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെയൊന്നും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഓൺലൈനിലൂടെ സർവകക്ഷി യോഗം, BJP അടക്കം സർവകക്ഷി യോഗം EJP അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു. അതില് കേരളത്തിന്റെ ഇപ്പൊ പിരിഞ്ഞുപോയ ചീഫ് സെക്രട്ടറി ശരിക്കൊരു ഡയമെൻഷൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന ടൗൺഷിപ്പുകൾ, ഇന്നയിടത്ത് ഇത്ര വീട്, ഇത്ര സ്കൂള്, ഇത് മുഴുവൻ തുടങ്ങുകയാണ്, ഇതിന്റെ ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ സർവകക്ഷി യോഗമാണ്, ഭരണകക്ഷി യോഗമല്ല, പ്രതിപക്ഷത്തിന്റെയും ഭരണകക്ഷിയുടെയും യോഗമല്ല, സർവകക്ഷി യോഗം. അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ മുമ്പിൽ, സാധാരണക്കാരുടെ മുമ്പിൽ, പൗരന്മാരുടെ മുമ്പിൽ, അവശതി അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മുമ്പിൽ വ്യക്തമായി കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ PV അൻവർ MLA കളഞ്ഞു കുളിച്ചില്ലേ? വയനാട്ടിൽ നേടിയ നേട്ടമൊക്കെ തീർന്നില്ലേ ഒരു നിമിഷം കൊണ്ട്? അല്ലെ, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞാൻ നിങ്ങൾ വിട്. അതിനെക്കുറിച്ച് നിങ്ങൾ അതിന്റെ ഡാമേജ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിലേക്ക് വരണം. അവിടെയാ വരേണ്ടത്. അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, അവിടെ വയനാടിന്റെ ദുരന്തമല്ല വരേണ്ടത്. PV അൻവറിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ഡാമേജുകളെ കുറിച്ചാണ് ഇപ്പോൾ നടക്കുന്ന CPM-ന്റെ സമ്മേളനത്തിന്റെ ഉണ്ടാകുന്ന ചർച്ചകളുടെ ഡാമേജിനെ കൂടാണ് ചർച്ച എന്നാണ് എന്നെ ധരിപ്പിച്ചത്. ആ ധരിപ്പിച്ച ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇരുട്ടാക്കരുത്. അങ്ങനെ നോക്കരുത്. കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയല്ല കാടടച്ചിരുട്ടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. നടപടികൾ ഉണ്ടാവേണ്ടടുത്ത് നടപടികൾ ഉണ്ടാവും. എന്താണ് തന്നത്? താങ്കൾ പറഞ്ഞതുപോലെ വലിയ ഡാമേജ് തന്നെയാണ് സംഭവിപ്പിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അതിനെ എങ്ങനെ മറികടക്കാം? അത് സമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിൽ LDF ചർച്ച ചെയ്യട്ടെ. LDF ചർച്ച ചെയ്യാൻ മതിയാകുകയില്ല. ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയാണ്
വിമാനത്താവളങ്ങളിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ഇറങ്ങുന്ന വ്യക്തികൾ കസ്റ്റംസിന്റെ ഒത്താശയോടുകൂടി പുറത്തിറങ്ങുന്നു. അവിടെ പോലീസിന്റെ ഒരു കവചം സൃഷ്ടിക്കുന്നു. പോലീസ് തന്നെ അവരെ പിടികൂടുന്നു. സ്വർണം പതുക്കെ ആരുടെയൊക്കെയോ താല്പര്യത്തിനനുസരിച്ച് പകുതിയോളം അവിടെ നിന്നും കവർച്ച ചെയ്യപ്പെടുന്നു. ഇതിന്റെയൊക്കെ സ്വർണം പൊട്ടിക്കൽ എന്നാണ് ആ വാക്ക് PV അൻവർ MLA ഉപയോഗിച്ചത്. അതിലും വലിയ ക്രമസമാധാന ലംഘനങ്ങൾ എടുത്തു പറയുകയുണ്ടായി. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആര് എന്ന് എടുത്തു പറയുകയുണ്ടായി. അതെങ്ങനെയാണ് LDF-നകത്ത് ചർച്ച ചെയ്താൽ മതിയാകുന്നത്? ഇത് പൊതുസമൂഹത്തിന്റെ വിഷയമാണ്. റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഈ പൊതുസമൂഹത്തിന് സുരക്ഷ നൽകേണ്ട പോലീസ് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ചാടി വീണ് സാധാരണക്കാരന്റെ ബാഗിനുള്ളിൽ എന്ത് എന്ന് പരിശോധിച്ച് കവർച്ച നടത്തുമോ ഇല്ലയോ എന്നുള്ളത് സാധാരണക്കാർക്ക് അറിയണ്ടേ? അവിടെ LDF-നകത്ത് ചർച്ച ചെയ്താൽ മതിയാകുമോ? പ്രിയപ്പെട്ട സഹോദരി, അങ്ങയോട് ഇപ്പം എൻ്റെ വായിൽ കയറി ഉത്തരവുണ്ടാക്കല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങേക്ക് കഴിയില്ല എന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങയുടെ ഈ ചാനലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ കുറ്റകരമായ കാര്യങ്ങൾ തെളിഞ്ഞു വന്നാൽ നിയമപരമായ നടപടികൾ ഉണ്ടാകും. അതിൽ സ്വർണ്ണ പൊട്ടിക്കൽ ഉണ്ടാകും, അതിൽ മറ്റു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതല്ല ഡാമേജ് എന്ന് പറയുന്നത് അല്ല. ഞാൻ തീർക്കട്ടെ. എന്നെ തീർക്കാൻ അനുവദിക്കൂ. ഞാൻ പറയുന്നത് അവസാനിപ്പിക്കാൻ എന്നെ സമ്മതിക്കോ? അല്ലല്ല, ആ ഒരു രീതി വേണ്ട, ആ ഒരു രീതി വേണ്ട. എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഡാമേജ് ഉണ്ടാകുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിനല്ല, ഡാമേജ് അല്ല, മറ്റത് ക്രിമിനൽ ഒഫൻസാണ്. കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ക്രിമിനലായ നടപടികൾ ഉണ്ടാകും. ഡാമേജ് പൊളിറ്റിക്കലാണ്. ആ ഡാമേജ് പൊളിറ്റിക്കൽ LDF ചർച്ച ചെയ്ത് തീർത്തോളും. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഈ സ്വർണ്ണക്കടത്ത് പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്ത് തീർത്തോളും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഞാൻ തയ്യാറുമല്ല. അതല്ല സത്യം. പാണ്ഡ്യാല ഷാജി, ആരോപണങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊള്ളും എന്നുള്ള പ്രതിരോധവാദത്തിലുപരി ഈ ആരോപണങ്ങളെ ശക്തിയായി നേരിടാൻ തക്ക ശേഷിയുള്ളവരാരും തന്നെ പാർട്ടിക്കകത്തില്ല എന്ന് തന്നെയാണോ കരുതേണ്ടത്? ഇനി അഥവാ ശേഷിയുള്ളവരുണ്ടെങ്കിൽ, മുതിർന്ന നേതാക്കളുണ്ടെങ്കിൽ, അവർക്കൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ പല താല്പര്യങ്ങളും കൂടി ചേർന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വെളിയിൽ വരില്ല എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായും അത് മാത്രമേ ഉള്ളൂ മേഡം. ഇതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ, പിന്നെ എനിക്ക് മുന്നിൽ സംസാരിച്ച അദ്ദേഹം വളരെ ദയനീയമായ അവസ്ഥയിലാണ് അദ്ദേഹം ഇടതുമുന്നണിയുടെ ഒരു സംഭവത്തെ പിന്നെ ന്യായീകരിക്കാൻ പോലും മെനക്കെടുന്നത്. വളരെ സങ്കടകരമാണ്. എന്നല്ല ലെഫ്റ്റിൻ്റെ സംഭവത്തെ ന്യായീകരിക്കേണ്ടത്. പ്രായം കൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ പറയാം. വളരെ സങ്കടകരമാണ്. ഇത്തരമൊന്നും വാദിക്കരുത്. ഇതൊരു ഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് LDF തീർത്തുകൊള്ളുന്ന പറയുന്നത് LDF-ന് മാത്രം വിഷയമല്ല. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഇത്രയേറെ മൂല്യച്യുതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണ സംവിധാനം ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിന്റെ ശ്രേണീബദ്ധമായിരിക്കുന്ന എല്ലാ അധികാര ബന്ധങ്ങൾക്കകത്തും ഏറ്റവും പരമദ്രോഹികളായ, ഏറ്റവും അസാൻമാർഗികളും ദുർമാർഗികളുമായിരിക്കുന്നവരെ മുഴുവൻ തന്നെ കുടിയിരുത്തി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെ സമ്പൂർണമായ അർത്ഥത്തിൽ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ കഴിഞ്ഞ 7-8 വർഷക്കാലമായി ഈ കേരളത്തിൽ നടന്നു വരുന്നത്. അത് ഇടതുമുന്നണി ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ടെന്നല്ല പറഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നണിക്കകത്ത് പറ്റി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളീയ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ മാത്രമുള്ള ഒരു വാദമുഖങ്ങളൊന്നും അല്ലാതെ ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സ്വന്തം മുന്നണിക്കകത്ത് പോലും വളരെ ഗൗരവതരമായ ഒരു പൊളിറ്റിക്സ് പറയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. ഈ പൊളിറ്റിക്സ് പറയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി തീർത്തത് ഇതിനകത്ത് ഫോൺ ചോർത്തിയിട്ടാണ്, മന്ത്രിയുടെ ഫോൺ ചോർത്തിയിട്ടാണ്, മറ്റെല്ലാ ആളുകളുടെയും ഫോൺ ചോർത്തി കയ്യിലെ വെച്ചിട്ടാണ്. ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഇയാളൊരു വിരാട് പുരുഷനാണ്, അല്ലെങ്കിൽ ഇയാളൊരു വലിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ വലിയ എന്താ പറയാ രാവണന് സമാനമായി ഒരാളാണ് ഇയാൾ വരുത്തി തീർത്തത്. ക്ലീഷയാണത്. ആ ക്ലീഷ അതാണ് ആര് അടിച്ചു പൊട്ടിച്ചത്. ഇപ്പോൾ ഈ PV അൻവർ അടിച്ചു പൊളിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ എനക്കേറെ നടപടി എടുക്കുന്ന പറയട്ടെ. ഇത് പറയാൻ അൻവറും തയ്യാറല്ല. എന്താ കാര്യം ഇതിനകത്ത്? ഇത് ഇത്രമാത്രം ഇവർ തമ്മിലുള്ള ചക്കളത്തെ പോരാട്ടമാണിത്. ഈ പോരാട്ടത്തിന് സത്യത്തിൽ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ നിരാലംബരായി പോകുന്ന ആരാണ്? സാധാരണക്കാരായിരിക്കുന്ന കേരളത്തിലെ മനുഷ്യരാണ്. ഇനി ഒരു പോയിന്റ് കൂടെ, ഈ കേരളത്തിനകത്ത് ഇത് ബ്രാഞ്ചിൽ ഗംഭീരമായി ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ പറയും. ബ്രാഞ്ചിൽ മാത്രമേ ചർച്ച നടക്കുള്ളൂ.
ബ്രാഞ്ചിൽ ചർച്ച വളരുകയും വികസിക്കുകയും ചെയ്തതോടെ ഒരു കാര്യം അവർക്ക് കൂടി ബോധ്യമാവുന്ന ഏക വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുകൾ തട്ടിലേക്ക് കടക്കുന്നതോടെ ഇതിന്റെ ഫോഴ്സ് കുറയും. അങ്ങനെ കുറയുന്നതോടെ സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ ദുരന്തം എന്താണെന്നറിയോ? ഇതിനകത്ത് കറക്റ്റീവ് ഫോഴ്സായി പ്രവർത്തിക്കാമെന്ന് ധരിച്ചു വശായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായി ധരിച്ചിട്ടുള്ള മുഴുവൻ പാർട്ടി സഖാക്കളും ഈ സമ്മേളനം കഴിയുന്നതോടെ എന്തായി തീരുമെന്ന് അറിയുന്നത്? സമ്മേളനം കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായി ദുർബലരാക്കപ്പെടും. അവരുടെ ഒരു വലിയ മോഹം അസ്തമിക്കാൻ പോകും. ഇങ്ങനെ വരാവുന്ന ഒരു വളരെ വിചിത്രമായ ഒരു ലോകത്തെയാണ് അല്ലെങ്കിൽ ഒരു ക്രമത്തെയാണ്, സംഘടനാ ക്രമത്തെയാണ് ഇയാൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തകർക്കപ്പെടേണ്ടതാണ് എന്ന വാദത്തിൽ പൂർണ്ണമായി ഞാൻ ഉറച്ചു നിൽക്കുമ്പോഴും അത് തകർക്കപ്പെടാനുള്ള മാർഗങ്ങൾ ഏത് എന്ന് ഇനിയും പുത്തനായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കണമെന്നാണ് മേഡം എന്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം. അത്തരമൊരു രീതിയിൽ വരാവുന്ന ഒരു മൂവ്മെന്റ് ആണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇനിയും ഉയർന്നു വരേണ്ടത്. അതെ, തീർച്ചയായും. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതായാലും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ ദുർബലനാക്കുമോ അതോ ശബ്ദങ്ങൾ ഉന്നയിച്ചവരെ കൂടുതൽ ദുർബലരാക്കുമോ എന്നുള്ളത് ഇനിയും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.